ഹലോ ഫ്രണ്ട്സ്, മഴത്തോര് മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നാണെങ്കിൽ അലീന ശരണ്യയെ വിളിക്കുന്നുണ്ട്. ശരണ്യ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലേട്ടൻ്റെ റൂമിലേക്ക് പോവുകയാണ് അലീന. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ ശരണ്യയുടെ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് അവർ അച്ഛനും മകളുമായിട്ടുള്ള നല്ലൊരു ബോണ്ടും നല്ലൊരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ ശരണ്യയുടെ വീട്ടിൽ പൊയ്ക്കോട്ടെ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, പോയിക്കോളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ശരണ്യയുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കണേ അച്ഛാ. അപ്പം ബാലേട്ടൻ പറയുന്നുണ്ട്, തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ബഡ്ജറ്റിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, ആയിക്കോട്ടെ, ഞാനെല്ലാം ചെയ്തോളാം. ആ കുട്ടി എവിടം വരെ പഠിക്കുന്ന അവിടെ വരെ ഞാൻ പഠിപ്പിച്ചോളാം, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് ബാലേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്നാൽ നീ പോ, നിൽക്കണ്ട, പൊയ്ക്കോ. വേറെ ആരാ കൂടെ? രോഹിത് വരുന്നോന്ന് ചോദിക്കട്ടെ, വരുന്നെങ്കിൽ രോഹിത്തിനെയും കൂടി പോകാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്ന് അലീന പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ബബിതയാണെങ്കിൽ കോളേജിൽ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാതെ പോവുകയാണ്. അപ്പോൾ ബബിതയോട് പറയുന്നത് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് പിന്നെ ബബിത ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കൃഷ്ണമോളപ്പോൾ സ്കൂളിൽ പോകാനെല്ലാം റെഡിയായിട്ട് ഇറങ്ങി വന്നിട്ട് ബബിത ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് ചോദിക്കും, എന്നോട് സമയമില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണോ? അപ്പോൾ ബബിത പറയും, അത് അലീന ചേച്ചി എന്നെ നിർബന്ധിച്ചിട്ടാണ്. എന്നാൽ പിന്നെ എൻ്റെ വായി കൂടെ വെച്ച് തന്നാലേ എൻ്റെ ആ ജോലി തീരുമല്ലോ. ആയിക്കോട്ടെ, എന്നാൽ ഇവിടെ ഇട്ടിരുന്നേ എന്ന് പറഞ്ഞ് അങ്ങനെ വായി ഫുഡൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അലീന വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ചോദിക്കും, രോഹിത് എഴുന്നേറ്റില്ലേ? അവനെ കണ്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് രോഹിത് ഇറങ്ങി വരും. രോഹിത്തിന് ചായ കൊടുത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം പറയും, ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്നാൽ എന്താ, ഞാൻ വരാം എന്ന് പറയുമ്പോൾ പിന്നെ പറയും, എനിക്ക് കോളേജിൽ പോകണം, അതുകൊണ്ട് ഞാൻ ഉച്ച ആകുമ്പോൾ ഇങ്ങനെ വരാം, നമുക്ക് അന്നേരം ഉച്ചയ്ക്ക് പോകാം. അന്നേരം പറയും, വേണ്ട, എനിക്ക് രാവിലെ പോകണം. അന്നേരം പറയും, നമുക്കന്ന് നാളെ പോകാം. അല്ല, നാളെ ഞാൻ ഇവിടുന്ന് പോവില്ലേ, അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ ശരണ്യയെ പോയി കാണണം എന്ന് പറയും. ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ അത് പറയും, എന്നാൽ ചേച്ചി റെഡിയാകും, ഞാനെന്നാൽ ജംഗ്ഷനിൽ വിടാം. അപ്പോൾ പിന്നെ റെഡിയാകാൻ പോയി അലീന ശരണ്യയുടെ വീട്ടിൽ പോവുകയാണ്. പോകുന്ന റോഡിൽ വെച്ചാണെങ്കിൽ അവിടെ പിറകെ ഓടി വരും ഓമനക്കുട്ടൻ. അപ്പോൾ പറയാം, നീ ഇതെവിടെ പോയി? അന്നേരം പറയും, ഞാനിവിടെ കളിക്കാനെ കൊണ്ട് ഇറങ്ങിയതാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവനെയും വിളിച്ചുകൊണ്ട് പോകും. വീട്ടിൽ ചെന്ന് ശരണ്യയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് പോവുക, ഞാൻ നാളെ ഇവിടുന്ന് പോവുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമവും. പിന്നെ അവിടുന്ന് ചോറൊക്കെ കഴിച്ച് ശരണ്യയ്ക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ ശരണ്യയോട് പറയും, നീ തോക്കരുത്, നീ പഠിക്കണം, നീ നല്ല രീതിയിൽ പഠിക്കണം, ഞാൻ നാളെ ഇവിടുന്ന് പോവുകയാണ്. ചോദിക്കും, ചേച്ചി എവിടെയാണ് പോകുന്നത്? കുളത്തൂപ്പുഴ വീട്ടിലാണ് പോകുന്നത്. ശരണ്യയോടും വീട്ടുകാരോടും പറയും, ഞാൻ ഇവിടുന്ന് നാളെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി കുളത്തൂപ്പുഴ വീട്ടിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് എപ്പോൾ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ മാസത്തിലൊരിക്കലെങ്കിലും വരും. അപ്പം ശരണ്യയ്ക്ക് ഭയങ്കര വിഷമം. ശരണ്യയോട് പറയും, നീ പഠിക്കണം, പഠിച്ച് നീ എന്തുവാണോ ഉദ്ദേശിച്ചത്, നിനക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. നീ തോറ്റു കഴിഞ്ഞാൽ ഞാനും തോക്കുകയോ ചെയ്യുന്നത്, നീ ജയിച്ചാൽ ഞാനും ജയിക്കും. അതുകൊണ്ട് നീ മറ്റ് ചിന്തകളിലൊന്നും പോകാതെ നീ പഠിക്കണം, പഠിച്ച് നിനക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. ഞാൻ എവിടെ പോയാലും മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ നിന്നെ കാണാൻ വരാം. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ കാണുന്നതെല്ലാം യാത്ര പറച്ചിലാണ്. മനുവിനോടും വൈജിയോടും അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നതാണ് അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.